ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഭടൻ? എന്താ രാമേന്ദ്ര പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ തടഞ്ഞു BJP പ്രവർത്തകർ. ക്ഷേത്രമുണ്ട് എന്നാ അവിടെ വന്നൊന്ന് തൊഴുതിട്ട് പൊക്കോളൂ എന്ന് എന്നോട് പറഞ്ഞ് നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു ഇളം നീല ചുരിദാറിട്ടൊരു സ്ത്രീ മുന്നിലേക്ക് വന്നു. ഇവിടെ മോല് കണ്ടോ? ഇതാ ഹൈലൈറ്റ്. എന്താണ് ബ്രോ മൊടയാണോ? മാണ്ടേ അതെന്താ സ്ഥലം അറിയോടാ? ഇല്ല അറിയത്തില്ല. ഇതാണ് നസുഖമുക്ക്. ഓ ശരി. ചേച്ചി പിന്നെ നീ പേടിക്കണം. അത്രേ ഉള്ളോ? അങ്ങനെ പറഞ്ഞു കൊടുക്കണ നമ്മളെ ഗോപി ചെല്ലുന്നിടത്തൊക്കെ ഈ പോതോളം പറഞ്ഞിട്ടല്ലോ പണ്ടോരോട്ടം. നീ ധൈര്യമായിട്ട് വാ പുഷ്കു. ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ഇതങ്ങനെ വിടാൻ പറ്റുമോ? BJP കൗൺസിലർ സിന്ധു രാജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തടഞ്ഞുവെച്ചത്. പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ നാട്ടുകാരോട് ആജ്ഞാപിക്കുകയാണ്. ഇയാൾ ആജ്ഞാപിച്ചാൽ ഉടനെ അനുസരിക്കാൻ നാട്ടുകാർ എന്റെ കൂലിക്കാർ. നിന്റെ അച്ഛനെ വഴിയാണ് റോഡ്. കുഴപ്പമില്ലെന്നേ, നമ്മൾ എന്തിനാ അവരോടൊപ്പം തിരക്കുന്നത്? മഹത്തായ ചിന്താഗതി. അതാണ് സ്പിരിറ്റ്. കണ്ട ഒരു അമ്മ അവിടെ വീട്ടിൽ പോകാൻ പറ്റുന്ന ഇപ്പൊ അപ്പുറത്തൊരു അമ്പലത്തിലേക്ക് പോകുന്ന പറഞ്ഞൊരു പൊതുവഴിയിലൂടെ നടക്കുമ്പോഴാണ് ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ നിങ്ങളെ അനുവദിക്കില്ല എന്ന് പറഞ്ഞൊരു സ്ത്രീ വന്ന് നിൽക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർ വരാൻ പാടില്ല, ഇവിടെ പ്രചരണത്തിന് വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എത്ര ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ്. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഊളകളോട് വർത്താനം പറയാൻ? യുവന്മാരെ നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും എന്റെ വായിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ സ്ത്രീ വിരുദ്ധതയായി എന്നെ വല്ല ഭേദ്യം ചെയ്യാൻ വന്ന് ഞാൻ വല്ല തൊട്ട് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ടു എന്നായി. ആ നമ്പർ അങ്ങ് കയ്യിലിരിക്കട്ടെ സാർ. അവന് സംഗതി പിടികിട്ടി. ഇനിയിപ്പോ എന്താ ചെയ്യാ? കോൺഗ്രസ് പാർട്ടിക്ക് ഇവിടുത്തെ UDFന് വേണമെങ്കിൽ അവിടുന്ന് അങ്ങറ്റം വരെ പോയി നടന്നിട്ട് തിരിച്ചു വരാനുള്ള സംഘടനാ ശേഷിയും ശക്തിയും ഒക്കെ ഉണ്ട്. ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. നമുക്ക് കാണാം. കാണണം. ആ കാണണമെന്ന് പറഞ്ഞാല് ഇത്തിരി കട്ടി കൂടുതലില്ലേ സാർ? അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം